हेलो दोस्तों, मास्टर लैंग्वेज अकेडमी का आपका सबका स्वागत है। मैं आशा करता हूँ आप सब ठीक है। മാസ്റ്റർ ലാംഗ്വേജ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഹിന്ദി വാക്കുകളും ഹിന്ദി പ്രയോഗങ്ങളൊക്കെ പഠിക്കാം. അത് കഥയിലൂടെ പഠിക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ കഥ കേൾക്കാൻ? അത് കേൾക്കാത്തൊരു കഥയാണെങ്കിലും നമ്മുടെ ആമയുടെ മുകളിൽ കഥയില്ലേ, അതെല്ലാവരും കേട്ടല്ലേ. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായാലോ? ഓക്കെ, ഞാനൊരു കഥ ഒന്ന് തട്ടിക്കൂട്ടിയിട്ടുണ്ട്, ഒന്ന് കേട്ട് നോക്കി. ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റിൽ പറഞ്ഞ കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ കഥയിലോട്ട് പോകാം. നമ്മുടെ അന്നത്തെ മത്സരത്തിന് ശേഷം, ആമയുടെ മുകളുടെയും ആദ്യത്തെ ഓട്ട മത്സരമില്ല, അതിനുശേഷം ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. ആമ ഒരു ദിവസം വെറുതെ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. വെറുതെ നടക്കുക എന്നുള്ളതിന് എന്താ പറയുക ഹിന്ദിയിൽ? ഗൂം രഹാ ഥ, അല്ലെങ്കിൽ ഗൂം രഹ എന്നാണ്. വെറുതെ നടക്കുക, ഗൂം എന്നാണ് പേര്. ഓക്കെ, ഇപ്പോൾ നമ്മളൊക്കെ ചുറ്റി കറങ്ങാറുണ്ടല്ലേ, നമ്മൾ വെറുതെ ഇങ്ങനെ അതിന് തിരിഞ്ഞ് നടക്കില്ലേ, അതിന് പറയുന്നതാണ് ഗൂം രഹ. അപ്പോൾ ആമ കാട്ടിലൂടെ വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു എന്ന് പറയും. അതിനെന്താ പറയാം? ആമയ്ക്ക് എന്താ ആദ്യം ഹിന്ദിയിൽ പറയാം? ആമയ്ക്ക് കച്ചുവ, മുയലിന് ഖർഗോഷ്. ഓക്കെ, അപ്പോൾ ജംഗിൾ മേ കച്ചുവ ഗൂം രഹാ താ, കാട്ടിലൂടെ ആമ വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ആ സമയത്ത് വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മുയലിനെ ആമ കണ്ടു. ഉസ് സമയം ദൗഡത്തെ ദൗഡത്തെ ഹുവ, ഉസ് സമയം കച്ചുവാനെ ദൗഡത്തെ ദൗഡത്തെ ഹുവ ഖർഗോഷ് കെ ദേഖ. അതായത് വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മുയലിനെ ആമ കണ്ടു. അപ്പോൾ ആ സമയത്ത് ആമ മുയലിനെ വിളിച്ചു. ആ സമയത്ത് ആമ മുയലിനെ വിളിച്ചു. കച്ചുവാനെ ഖർഗോഷ് കോ ബുലായ. മെരാ ദോസ്ത് റുക്കോ എന്ന് പറഞ്ഞു. അതായത് മെരാ ദോസ്ത് അവിടെ നിൽക്ക് എന്നാണ്. എൻ്റെ കൂട്ടുകാരാ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പം മുയൽ തിരിഞ്ഞു നോക്കി. നമ്മുടെ പഴയ എനിമിയാണല്ലോ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ നമ്മുടെ പഴയ സുഹൃത്താണല്ലോ എന്ന നിലക്ക് മുയൽ അവിടെ നിന്നു. അപ്പോൾ ആമ പറഞ്ഞു, തും വഹാ റുക്കോ, നീ അവിടെ നിൽക്ക്, ഞാനിതാ വരുന്നു എന്ന് ആമ പറഞ്ഞു. തും വഹാ റുക്ക്, മേം ആയ, മേം ആത്ത എന്ന് പറഞ്ഞു. ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞു. മേം ആര, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുയൽ പറഞ്ഞു, നീ ഇവിടെ വരുന്ന സമയം കൊണ്ട് എനിക്ക് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടാം എന്ന് പറഞ്ഞു. നീ ഇവിടെ വരുന്ന സമയം കൊണ്ട് എനിക്ക് പഞ്ചായത്ത് ഗ്രൗണ്ട് പോയി 2 റൗണ്ട് ഓടാം. തും യഹാ തക് തും ആനെ തക് സമയ് मैं പഞ്ചായത്ത് ഗ്രൗണ്ട് में 2 റൗണ്ട് ഓട് सकता हूँ. നീ ഇവിടെ വരുന്ന സമയം കൊണ്ട് എനിക്ക് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടാം. തും യഹാ ആനെ തക് സമയ് मैं പഞ്ചായത്ത് ഗ്രൗണ്ട് में 2 റൗണ്ട് ദോഡ്നാ सकता हूँ, ഓടാൻ സാധിക്കും. ഓക്കെ, ഇത് പറഞ്ഞിട്ട് മുയൽ ആമയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് അപ്പോൾ ആമ ചോദിച്ചു, നീ ഇവിടെ എത്രയും കാലം ഇവിടെ ആയിരുന്നു? എന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ ചോദിച്ചു. തും ഇത്തിനി ദിൻ കഹാത്തേ, നീ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ മുയലൊരു സ്റ്റോറി പറഞ്ഞത്. ഞാനേ അന്നത്തെ മത്സരത്തിന് ശേഷം ഇവിടുന്ന് താമസം മറ്റൊരു കാട്ടിലോട്ട് മാറ്റി. എങ്ങനെ പറയാം? താമസം മാറ്റി. അന്നത്തെ മത്സരത്തിന് ശേഷം താമസം മാറ്റി എന്നെങ്ങനെ പറയാം? മത്സരം എന്നുള്ളതിന് നമുക്ക് മാച്ച് എന്ന് പറയാം, അതുപോലെ കോമ്പറ്റീഷൻ എന്ന് പറയാം. ഇന്ത്യയിൽ അതിൻ്റെ വേർഡ് പ്രതിയോഗിത എന്നാണ്, പ്രതിയോഗിത. അപ്പോൾ ആ മത്സരത്തിന് ശേഷം ഉസ് പ്രതിയോഗിതക്ക ബാത്ത് എന്ന് പറഞ്ഞാൽ ശേഷം, ബാദ് കേട്ടോ. അപ്പോൾ ഉസ് പ്രതിയോഗിതക്ക ബാത്ത്, ആ മത്സരത്തിന് ശേഷം, അല്ലെങ്കിൽ ഉസ് കോമ്പറ്റീഷൻ കെ ബാത്ത്, ആ മത്സരത്തിന് ശേഷം ഞാൻ മറ്റൊരു കാട്ടിലോട്ട് താമസം മാറ്റി. मैं दूसरा जंगल में रहने का चला गई. മറ്റൊരു കാട്ടിലോട്ട് താമസിക്കാൻ പോയി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുയൽ ചോദിച്ചു, കച്ചുവാനെ കഹ, നിന്റെ ഭാര്യ മക്കളൊക്കെ സുഖല്ലേ? ക്യാ തും പത്നി ഓർ ബച്ചെ സബ് ടീക്ക് നാ എന്ന് ചോദിച്ചു. അപ്പോൾ ഖർഗോഷിനെ കഹ, മുയൽ പറഞ്ഞു, സബ് ടീക്ക് ലേക്കിൻ, പക്ഷേ എൻ്റെ ഇളയ കുട്ടിക്ക് പനിയും തലവേദനയുമാണ് എന്ന് പറഞ്ഞു. എൻ്റെ ഇളയ മകന് പനിയും തലവേദനയുമാണ്. സബ് ടീക്ക് ലേക്കിൻ മേരാ ചോട്ടാ ബച്ചേക്കോ ബുഖാർ ഓർ സിർ ദർദ് ഹേ. എൻ്റെ ഇളയ മകന് പനിയും തലവേദനയുമാണ്. ബുഖാർ എന്ന് പറഞ്ഞാൽ പനി, സിർ എന്ന് പറഞ്ഞാൽ തല, ദർദ് എന്ന് പറഞ്ഞാൽ വേദന. അപ്പോൾ സിർ ദർദ് തലവേദന. എൻ്റെ മേരാ ചോട്ടാ ബച്ചേക്കോ ബുഖാർ ഓർ സിർ ദർദ് ഹേ, എൻ്റെ ഇളയ മകന് പനിയും തലവേദനയുമാണ്. അപ്പോൾ അവന് മരുന്ന് വാങ്ങിക്കാനാണ് ഞാൻ പോകുന്നത്. ഉസ് ദവായി ഖരീദിനെ കെ ലിയെ മേ ജാ രാ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുയൽ ആമയുടെ ഒരു ഡയലോഗ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരാം. ആരാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? നമ്മുടെ
ആരോടാണ് പറയുന്നത്? മുയലിനോട്. അല്ലെങ്കിലേ മത്സരം തോറ്റ് വേറെ കാട്ടുക്കും ഇവിടുന്ന് മാറി താമസിക്കുന്ന ആളോട് പറയാണ്, അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരാം. എങ്ങനെയായിരിക്കും പറയാം? അഗർ ഏസ, അങ്ങനെയാണെങ്കിൽ തും യഹാ റുക്കോ, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. മേ ദവായി ലേക്കർ ജൽദി ആവുക, മേ ദവായി ലേക്കർ, മരുന്ന് വാങ്ങിയിട്ട് ജൽദി ആവുക, പെട്ടെന്ന് വരാം. ഇതങ്ങോട്ട് കേട്ടപ്പോൾ നമ്മുടെ മുയലിന് ആകെ ദേഷ്യം വന്നു, കലിപ്പായി. അപ്പം എന്തൊക്കെ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല, നമുക്ക് ഒരാളോട് പറയാൻ പറ്റുന്ന വേടല്ല, കാരണം അങ്ങനത്തെ ഡയലോഗാണ് നമ്മുടെ ആമ അടിച്ചത്. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിൽക്കുക, ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആമ പറഞ്ഞ മുയലിനോട്, നമ്മുടെ മുയൽ ആമയോട് പറഞ്ഞു, ഖർഗോഷിനെ കഹ, നീ ഒരു അഹങ്കാരിയാണ്. മുയൽ പറയാണ് ആമയോട്, നീ ഒരു അഹങ്കാരിയാണ്. തും ഏക്ക് അഹങ്കാരി ഹോ, അതിന് അങ്ങനെ തന്നെയാണ് വീട്. അഹങ്കാരി ആ വീട് കുറച്ച് കട്ടിയുള്ള വീട്, അത് വേറെ വീടൊന്നും ഇല്ല അതിന് ഹിന്ദിയിൽ. തും ഏക്ക് അഹങ്കാരി ഹോ, നിന്നേക്കാൾ വേഗത എനിക്കാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. നിന്നേക്കാൾ വേഗത എനിക്കാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. പൂരി ദുനിയാക്കെ ജാൻതി ഹേ, പൂരി ദുനിയാക്കെ ജാൻതി ഹേ എന്ന് പറഞ്ഞാൽ അറിയാം എന്നാണ്. ഇപ്പോൾ പൂരി ദുനിയാക്കെ ജാൻതി ഹേ, തുംസെ തേജ് മേ ഹും, തുംസെ നിന്നേക്കാൾ, മേ തുംസെ തേജ് ഹും, ഞാൻ നിന്നേക്കാൾ വേഗതയുള്ളവനാണ്. മേം ഞാൻ, തുംസെ നിന്നേക്കാൾ, തുംസെ നിന്നേക്കാൾ, തേജ് ഹും, തേജ് എന്ന് പറഞ്ഞാൽ വേഗത, തേജ് മേ തുംസെ തേജ് ഹും, ഞാൻ നിന്നേക്കാൾ വേഗതയുള്ളവനാണ്. എന്നിട്ടും നിനക്കത് സമ്മതിച്ചു തരാൻ വയ്യ, എന്നിട്ടും നിനക്കത് അംഗീകരിച്ചു തരാൻ വയ്യ. ഫിർബി എന്ന് പറഞ്ഞാൽ എന്നിട്ടും, നിനക്കത് അംഗീകരിക്കാൻ വയ്യ. തും നഹി സ്വീകർ കർ സക്ത, എന്നിട്ടും നിനക്കത് അംഗീകരിക്കാൻ വയ്യ. ഫിർബി തും നഹി സ്വീകർ കർ സക്ത. അപ്പോൾ ആമ പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ മരുന്ന് ഷോപ്പിൽ നിന്നേക്കാൾ മുമ്പ് എനിക്കെത്താൻ സാധിക്കും. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ മരുന്ന് ഷോപ്പിൽ നിന്നേക്കാൾ മുമ്പ് ഞാനെത്തും. വോ സബ് ടീക്ക് എന്ന് പറയാം, അതൊക്കെ ശരിയാണ്. അല്ലെങ്കിൽ വോ സബ് സഹി ഹെ, വോ സബ് സച്ച് ഹെ എന്നൊക്കെ പറയാം. വോ സബ് സഹി ഹെ, അതൊക്കെ ശരിയാണ്, പക്ഷേ ലക്കിൻ മരുന്ന് ഷോപ്പിൽ എന്നുള്ളതിന് ദവായിക്ക ദുക്കാൻ, നിന്നേക്കാൾ മുമ്പ് എനിക്ക് എത്താൻ പറ്റും. നിന്നേക്കാൾ, തുംസെ പെഹലെ മേ പഹുഞ്ചൂങ്ക, നിന്നേക്കാൾ മുമ്പ് ഞാൻ എത്തും. തുംസെ പെഹലെ മേ പഹുഞ്ചൂങ്ക, ഞാൻ എത്തും. ഓക്കെ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, നിന്നേക്കാൾ മുമ്പ് മരുന്ന് ഷോപ്പിൽ ഞാൻ എത്തും. പക്ഷേ നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ നിന്നേക്കാൾ മുമ്പ് മരുന്ന് ഷോപ്പിൽ ഞാൻ എത്തും. ആര് പറഞ്ഞു? ആമ പറഞ്ഞു. വോ സബ് സച്ച് ഹെ, വോ സബ് സഹി ഹെ, ലെക്കിൻ ദവായി കാ ദുക്കാൻ പർ തുംസെ പെഹലെ മേ ജാവുങ്ക. അപ്പം നമ്മുടെ മുയൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു തവണയും കൂടി മത്സരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അഗർ രേസ തും ഏക് ബാർ, ഒരു തവണയും കൂടിയും, മുക്കാബല കർ സക്ത, മത്സരിക്കാനുണ്ടോ? മുക്കാബല കർ സക്ത ക്യാ, ഒരു തവണയും കൂടി മത്സരിക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ അഗർ രേസ, ഒരു തവണയും കൂടി, ഏക് ബാർ, മത്സരിക്കാനുണ്ടോ? മുക്കാബല കർ സക്ത, നീ ഒരു തവണയും കൂടി മത്സരിക്കാനുണ്ടോ? അപ്പം നമ്മുടെ മുയൽ ചോദിച്ചു, കച്ചുവാനെ പൂച്ച ജറൂറേക്കാ, അത് നിർബന്ധമാണോ എന്ന് ചോദിച്ചു. പക്ഷെ മുയൽ വിട്ടുകൊടുത്തില്ല, അവന് മത്സരം തന്നെ വേണം, കാരണം മാനം കെട്ടിരിക്കുന്ന ആളാണ്, അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വേണ്ടി ചെയ്തേ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മത്സരിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ മത്സരം തുടങ്ങി. നമ്മുടെ മുയൽ പൂരിഞ്ഞ ഓട്ടം, അതായത് ഇപ്രാവശ്യം ഇനി മത്സരത്തിൽ നിന്നല്ല, ജന്മത്തുറങ്ങില്ല എന്നുള്ള മാതിരിയാണ് നമ്മുടെ മുയൽ ഓടിയത്. പൂരിഞ്ഞ ഓട്ടം, ഓടി അവസാനം ഒരു നദിയുടെ അടുത്തെത്തി. ആ നദിയുടെ അപ്പുറത്താണ് എന്ത്, മരുന്നിൻ്റെ ഷോപ്പ്. അപ്പോഴാണ് പണി വാളി എന്ന് ആർക്കും മനസ്സിലായത്, നമ്മുടെ മുയലിന് മനസ്സിലായത്. ഇതിലോട്ട് മാറ്റാം. അങ്ങനെ മത്സരം തുടങ്ങി. ഖർഗോഷ് के अपने पूरी ताकत लगाकर दौड़ना शुरू किया. ഖർഗോഷ് ने अपने पूरी ताकत, ഖർഗോഷ് അവൻ്റെ മുഴുവൻ ശക്തി എടുത്ത് പൂരി താക്കത്ത് ദൗഡ്നെ ഷുരൂ കിയ, ദൗഡ്നെ എന്ന് പറഞ്ഞാൽ ഓടാൻ തുടങ്ങി, ഷുരൂ കിയ ഓടാൻ തുടങ്ങി, കിയ എന്ന് പറഞ്ഞാൽ തുടങ്ങി, ദൗഡ്നെ ലഗാക്കർ ഷുരൂ കിയ ഓടാൻ തുടങ്ങി. ഖർഗോഷ് ने अपनी पूरी ताकत लगाकर शुरू किया. മുയൽ അവൻ്റെ മുഴുവൻ ശക്തി എടുത്ത് ഓടാൻ തുടങ്ങി. അങ്ങനെ ഒരു നദീതീരത്തെത്തി. ഏക്ക് നദിക്കെ കിനാര പഹുഞ്ച, ഏക്ക് നദിക്കെ കിനാര പഹുഞ്ച, നദിക്കെ പാർ ദുക്കാൻ, ദവായിക്ക ദുക്കാൻ, നദിക്കെ പാർ ദവായിക്ക ദുക്കാൻ, നദിയുടെ മറുകരയിലായിരുന്നു, മറുകരയിലാണ് നമ്മുടെ മരുന്ന് ഷോപ്പ്. ഓക്കെ, അപ്പോഴാണ് പണി വാളിയെന്ന് മനസ്സിലായത്. അപ്പം അങ്ങനെ അവന് കുറേ നേരം അവിടെ നിന്നു നമ്മുടെ മുയൽ. കാഫി സമയം
വഹാ റുഖ്. നമ്മുടെ മുയിൽ അവിടെ നിന്നു, ഒരുപാട് സമയം നിന്നു. ആ സമയത്ത് നമ്മുടെ ആമ അതുവഴി വന്നു. ഉസ് സമയ കച്ചുവ ആയ, നമ്മുടെ പുഴ മുറിച്ച് കടന്നു. കാഫി സമയಕ್ಕೆ ബാദ്, ഒരുപാട് സമയത്തിന് ശേഷം നമ്മുടെ ആമ വന്നു. കച്ചുവാനെ ആയ, എന്നിട്ട് പുഴ മുറിച്ച് കടന്നു. നദിക്ക് പാർ കർണ, അതായത് പുഴ മുറിച്ച് കടന്ന് മരുന്നുമായിട്ട് തിരിച്ചു വന്നു. ദവായി ലേക്കർ ലോട്ടായ, മരുന്നുമായിട്ട് തിരിച്ചു വന്നു. ലോട്ട എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു എന്നാട്ടോ. അപ്പോൾ ദവായ് ലേക്കർ ലോട്ടായ. അപ്പോൾ ഇതാണ് കഥ. എങ്ങനെ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കഥയുടെ എന്തെങ്കിലും കഥ മോശമാണെങ്കിൽ മോശം എന്ന് കമൻറ്റ് ഇടാം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ഇടാം. അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.